HTML and CSS beginner tutorial സീരീസിന്റെ 17ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ HTMLലെ മറ്റൊരു എലമെന്റിനെ പരിചയപ്പെടാൻ പോവുകയാണ്. അതെ, ലിസ്റ്റുകൾ എങ്ങനെ HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നും CSS ഉപയോഗിച്ച് അവയെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രധാനമായും HTMLൽ രണ്ട് തരം ലിസ്റ്റുകളാണുള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് എന്നിവയാണവ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് ലിസ്റ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്പർ ഇട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ്. അതായത് നമ്മൾ സാധാരണ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് എഴുതാറില്ലേ, അത് തന്നെ. ഈ അൺഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന HTML ടാഗാണ് UL ടാഗ്. അൺഓർഡേർഡിന്റെ യുവും ലിസ്റ്റിന്റെ എല്ലും, അങ്ങനെ UL. അതുപോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ OL എന്ന ടാഗും യൂസ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? ആദ്യത്തെ അക്ഷരം വെച്ച് ഓർത്താൽ മതി. നമ്മൾക്ക് ഏതായാലും ഇവിടെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഹെഡിങ്ങിന് താഴെ വന്ന് ഒരു UL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ ഓപ്പണിംഗ് ടാഗിന്റെയും ക്ലോസിംഗ് ടാഗിന്റെയും ഇടയിലാണ് നമ്മൾ ഈ ലിസ്റ്റിലെ ലിസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യേണ്ടത്. അതെ, ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ബുള്ളറ്റ് പോയിന്റിനെയും നമ്മൾ വിളിക്കുന്നത് ലിസ്റ്റ് ഐറ്റം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതിനു വേണ്ട ടാഗ് എന്താണെന്ന്. അതെ, LI എന്ന ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. LI ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനിടയിലാണ് നമ്മൾ പോയിന്റ് എഴുതേണ്ടത്. ഞാനിവിടെ ആദ്യത്തെ പോയിന്റായി ആപ്പിൾസ് എന്ന് എഴുതുന്നു. ഇനി ഒന്ന് സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പോൾ അവിടെ ഒരു ബുള്ളറ്റ് പോയിന്റ് വന്നത് കണ്ടില്ലേ? ഇനി നമ്മൾക്കിവിടെ അടുത്ത ലൈനിൽ ഇതുപോലെ മറ്റൊരു LI ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനിടയിൽ ഓറഞ്ചസ് എന്ന് എഴുതാം. ഇതുപോലെ ഞാനിവിടെ മാംഗോസ്, പൈനാപ്പിൾസ് എന്നിവ കൂടി ഞാൻ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് HTMLൽ അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് ഐറ്റമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ലിസ്റ്റ് തന്നെ കൊടുക്കാവുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആണല്ലോ ഉള്ളത്. ഇതിലൊരു കാര്യം ചെയ്യാം. മാംഗോസ് തന്നെ നമ്മൾക്ക് സ്മോൾ മാംഗോസ്, മീഡിയം മാംഗോസ്, ലാർജ് മാംഗോസ് എന്നിങ്ങനെ 3 തരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മാംഗോസിന്റെ സബ് ലിസ്റ്റായി നമ്മൾക്ക് ഒരു ലിസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? അതെങ്ങനെയെന്ന് നോക്കാം. ഈ മാംഗോസിന്റെ LI ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിൽ മാംഗോസ് എന്ന ടെക്സ്റ്റ് കണ്ടന്റ് കഴിഞ്ഞ ശേഷം എൻ്റർ അമർത്തി അടുത്ത ലൈനിലേക്ക് പോയി അവിടെ ഒരു UL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ എത്ര ലിസ്റ്റ് ഐറ്റംസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ സ്മോൾ മാംഗോസ്, മീഡിയം മാംഗോസ്, ലാർജ് മാംഗോസ് എന്നിവ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ. നമ്മുടെ ലിസ്റ്റിൽ മാംഗോസിന് താഴെയായി ഒരു സബ് ലിസ്റ്റ് വന്നത് കണ്ടില്ലേ? ഇതുപോലെ എത്ര ലെവൽ വേണമെങ്കിലും നിങ്ങൾക്ക് സബ് ലിസ്റ്റുകൾ ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി ആ ലിസ്റ്റ് അവിടെ നിൽക്കട്ടെ, നമ്മൾക്കിവിടെ താഴെ വന്ന് ഒരു ഓർഡേർഡ് ലിസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട ടാഗ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? അതെ, OL എന്ന ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ബാക്കി ലോജിക് എല്ലാം രണ്ട് ലിസ്റ്റിനും സെയിം തന്നെയാണ്. സോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായി ഒന്നുമില്ല. ഏതായാലും ഇതിനകത്ത് ഞാൻ 3 ഐറ്റംസ് ആഡ് ചെയ്യുന്നു: കാറ്റ്സ്, ഡോഗ്സ്, ടൈഗേഴ്സ്, ലയൺസ്. ഇപ്പൊ പേജ് നോക്കൂ, ഒരു നമ്പേർഡ് ലിസ്റ്റ് വന്നത് കണ്ടില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും നമ്മൾക്ക് സബ് ലിസ്റ്റ് ഒക്കെ ആക്കി ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റിന്റെ സബ് ലിസ്റ്റായി അൺഓർഡേർഡ് ലിസ്റ്റോ തിരിച്ചോ ഒക്കെ ആക്കി കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എന്തായാലും ലിസ്റ്റുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് CSS ഉപയോഗിച്ച് ഇവയെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. CSS ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ആദ്യം നമ്മൾക്ക് ഏതായാലും ആ അൺഓർഡേർഡ് ലിസ്റ്റിനെ സ്റ്റൈൽ ചെയ്യാം. ഇതിൽ താഴെ വന്ന് ഞാൻ UL എന്ന് എഴുതുന്നു. അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ടാഗ് UL ആണല്ലോ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യം പറയാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നത്. ഇതിന്റെ വാല്യൂ ആയി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും അതിലെല്ലാം അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ വർക്ക് ആവില്ല. കുറെയൊക്കെ ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയുള്ള സ്റ്റൈലാണ്. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റൈൽസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ സർക്കിൾ എന്ന് കൊടുത്താൽ ബുള്ളറ്റ് പോയിന്റിന്റെ സ്റ്റൈൽ മാറിയത് കണ്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വാല്യൂ ആണ് സ്ക്വയർ. ഇപ്പോൾ ബുള്ളറ്റ് പോയിന്റ്സ് സ്ക്വയർ ആയി. ഡിഫോൾട്ടായി ഇതിന്റെ വാല്യൂ ഡിസ്ക് എന്നതാണ്. ഇനി താഴെ വന്ന് നമ്മൾക്ക് നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റിനെയും ഇതുപോലെ സ്റ്റൈൽ ചെയ്യാം.
ഇതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പായി ഞാനിവിടെ സർക്കിൾ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് കൂടി അത് അൺഓർഡേർഡ് ലിസ്റ്റ് പോലെ ആക്ട് ചെയ്യുന്നു. നമ്പറിന് പകരം അവിടെ സർക്കിൾ വന്നിരിക്കുന്നു. ഇനി ഇത് മാറ്റി അപ്പർ ഹൈഫൻ റോമൻ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നോക്കൂ, 1 2 3 എന്നതിന് പകരം അവിടെ അപ്പർ കേസ് റോമൻ നമ്പറായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടത് ലോവർ കേസ് റോമൻ നമ്പറിംഗ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോവർ ഹൈഫൻ റോമൻ എന്നും കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോവർ ഹൈഫൻ ആൽഫ എന്ന് കൊടുക്കാം. അപ്പർ കേസ് ലെറ്റേഴ്സ് ആക്കണം എങ്കിൽ അപ്പർ ഹൈഫൻ ആൽഫ എന്നും കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഇത് തൽക്കാലം അപ്പർ ആൽഫയായി ഇരുന്നോട്ടെ, അതായത് അപ്പർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ ULന്റെ സ്റ്റൈലിലേക്ക് വരാം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്നത്. ഡിഫോൾട്ടായ ഈ ബുള്ളറ്റ് പോയിന്റ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ നിങ്ങൾക്ക് ഒരു കസ്റ്റം ഇമേജ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മൾ മുന്നേ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടെ URL എന്നെഴുതി അതിന്റെ ബ്രാക്കറ്റിനകത്താണ് നിങ്ങളുടെ ഇമേജ് URL നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ ഏതായാലും നമ്മുടെ IMG ഫോൾഡറിനകത്ത് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ URL ഇവിടെ കൊടുക്കാം. .img/point.png എന്ന് കൊടുക്കുന്നു. ഈ അഡ്രസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. അത് ഒന്നുമില്ല, ഡോട്ട് എന്നിടുമ്പോൾ നമ്മൾ ഫയൽ സ്ട്രക്ചറിൽ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോകുന്നു. എന്നിട്ട് IMG ഫോൾഡറിൽ എൻ്റർ ചെയ്ത് point.png എന്ന ഇമേജ് ആക്സസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് മുന്നേ ചെയ്ത ഫയൽ സ്ട്രക്ചർ എന്ന വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ പോപ്പപ്പ് ചെയ്ത് വരുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് അത് കാണുക. ഏതായാലും ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ. ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ച കസ്റ്റം ഇമേജ് ആയല്ലോ ഇപ്പോൾ നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ആഡ് ചെയ്യുന്ന ഇമേജ് വളരെ ചെറിയ റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കണം എന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത ഈ ഐക്കൺ 16 പിക്സൽ വിഡ്ത്തും 16 പിക്സൽ ഹൈറ്റും ഉള്ള ഒരു ഇമേജ് ആണ്. നിങ്ങൾ നെറ്റിലൊക്കെ പോയി ഐക്കൺ ഡൗൺലോഡ് ചെയ്താൽ മിക്കവാറും അത് വളരെ വലിയ റെസൊല്യൂഷനുള്ള ഒരു ഇമേജ് ആയിരിക്കാം. അങ്ങനെ വലിയൊരു ഇമേജ് ബുള്ളറ്റ് പോയിന്റ് ആയി ഇവിടെ വന്നാൽ എത്രമാത്രം ബോറായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടൂൾ പരിചയപ്പെടുത്താം. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ കയറി അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്ത് 16 പിക്സൽ വിഡ്ത്തും 16 പിക്സൽ ഹൈറ്റും ആക്കുക. സിമ്പിൾ. ഇനി ലിസ്റ്റുകളെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മറ്റേതൊരു എലമെന്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇവിടെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ അൺഓർഡേർഡ് ലിസ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു, പിങ്ക് കളർ ആയിക്കോട്ടെ. ഇനി നമുക്ക് ഇതിനൊരു പാഡിംഗ് വാല്യൂ കൊടുക്കാം, ഒരു 50 പിക്സൽ ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്തത് എൻറ്റയർ UL ടാഗിനെയാണല്ലോ, അതായത് എൻറ്റയർ ലിസ്റ്റിനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തത്. എന്നാൽ നമ്മൾക്ക് അതിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ ലിസ്റ്റ് ഐറ്റംസിനെയും സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. ലിസ്റ്റിനകത്ത് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ LI ടാഗാണല്ലോ യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ താഴെ വന്ന് UL സ്പേസ് LI എന്നെഴുതി ലിസ്റ്റിലുള്ള എല്ലാ LI ടാഗുകളെയും സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നോക്കൂ, എല്ലാ ലിസ്റ്റ് ഐറ്റംസിനും ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് വന്നു. എന്നാൽ അത് കാണുമ്പോൾ എല്ലാം കൂടി മെർജായി ഒറ്റൊരു വലിയ ബ്ലോക്ക് പോലെയില്ലേ? അതെന്നാൽ ആക്ച്വലി സെപ്പറേറ്റ് ലിസ്റ്റ് ഐറ്റംസ് ആണ്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇവിടെ മാർജിൻ 5 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ അവയ്ക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നത്? ഇതുപോലെ നിങ്ങൾക്ക് മാർജിൻ, പാഡിംഗ് എല്ലാം ആഡ് ചെയ്ത് ഈ ലിസ്റ്റ് ഐറ്റംസ് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ ലിസ്റ്റ് ഐറ്റംസ് കുറച്ചുകൂടെ സ്പേസ് ഇട്ട് നിൽക്കണം എന്നാണെങ്കിൽ സിമ്പിളായി ഇവിടെ മാർജിൻ ബോട്ടം 15 പിക്സൽ എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ സെലക്ടർ നിങ്ങൾ നോക്കൂ, ഇതൊരു ഡിസെൻഡന്റ് സെലക്ടർ ആണ്. അതെന്താണെന്നും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ. കണ്ടില്ലെങ്കിൽ പോപ്പപ്പ് ചെയ്ത് വരുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഞാനിപ്പോൾ ULനകത്തുള്ള ലിസ്റ്റ് ഐറ്റംസിനെ മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇതിനു പകരം ഞാൻ ഇവിടെ വെറും LI എന്ന് മാത്രമായിരുന്നു കൊടുത്തത് എങ്കിൽ അത് എല്ലാ ലിസ്റ്റ് ഐറ്റംസിനെയും സെലക്ട് ചെയ്യും. അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് ഐറ്റംസും ഓർഡേർഡ് ലിസ്റ്റ് ഐറ്റംസും എല്ലാം സെലക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ UL സ്പേസ് LI എന്ന് തന്നെ കൊടുക്കാം. ഇപ്പോൾ ലിസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതുപോലെ നമ്മൾക്ക് ഈ OL ടാഗിനെയും സ്റ്റൈൽ ചെയ്യാം. അതിനകത്ത് ഞാനൊരു പാഡിംഗ് 50 പിക്സൽ കൊടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് കളർ ലൈം ഗ്രീൻ ആക്കുന്നു.
ഇനി അതിൻ്റെ താഴെ വന്ന് അതിനകത്തെ ഓരോ LI ടാഗുകളെയും സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്ന് കൊടുക്കുന്നു, കളർ വൈറ്റ് എന്ന് കൊടുക്കുന്നു, മാർജിൻ ബോട്ടം 10 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഓർഡേർഡ് ലിസ്റ്റ് ഒന്ന് നോക്കൂ. നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റൈലൊക്കെ അതിൽ അപ്ലൈ ആയി. എന്നാൽ അതിൻ്റെ നമ്പറിംഗ് ഒന്ന് നോക്കൂ. അതിൻ്റെ കളർ ആ ലിസ്റ്റ് ഐറ്റംസിൻ്റെ കളറാണ് എപ്പോഴും വരിക. അതിപ്പോൾ അവിടെ നമ്പർ ആയാലും അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ കേസിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയാലും എപ്പോഴും LI എലമെന്റിൻ്റെ കളർ പ്രോപ്പർട്ടി ഏത് കളറാണോ ആ കളറാണ് വരിക. ഇതുപോലെ ലിസ്റ്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ മറ്റു ചില പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിൽ പങ്കുവെക്കുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നത് വരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.